ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഒരു സിമ്പിൾ ഡേ ആണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ വലിയ ജഗപോഗമൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ദിവസം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ സുബഹിയൊക്കെ നിസ്കരിച്ച് കിടന്നതിന് ശേഷം പിന്നെ എണീക്കാൻ ഏകദേശം ഒരു 7:30-8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വെല്ലിപ്പ വന്നിട്ടുണ്ട്. എൻ്റെ മൂത്താപ്പയാണ്, പക്ഷേ ഞാൻ വെല്ലിപ്പ എന്നാണ് കേട്ടോ വിളിക്കലുള്ളത്. അത് ചെറുപ്പത്തിലേ വിളിച്ച് ശീലമായതേനു. അപ്പോൾ വെല്ലിപ്പ വന്നിട്ട് മോനെടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പം മോന് ചിരിയും കളിയൊക്കെ തുടങ്ങിയോണ്ട് നല്ല രസമാണ്, എല്ലാവരോടും ചിരിക്കുന്നുണ്ട് മാഷാ അല്ലാ. അങ്ങനെ ഇവന് ഞാൻ എണീക്കുന്ന സമയത്ത് തന്നെ അധികം ഇവൻ എണീറ്റ് വരും കേട്ടോ. അപ്പം ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു നേരത്തെ കുട്ടികളെല്ലാവരും മൂടും നല്ലതാവുമല്ലോ, ഇങ്ങനെ ഉറക്കത്തിൽ നല്ലോണം തെളിഞ്ഞ് എണീക്കുമ്പോൾ. അപ്പോൾ ഇവനിതാ മാഷാ അല്ലാ നല്ലോണം ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മോനെ അമ്മേൻ്റെ അടുത്ത് കൊടുത്തിട്ട് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യം തന്നെ മുഖം ഒന്ന് ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകാമെന്ന് വിചാരിച്ച്. ഇപ്പം ഞാൻ ഡെർമാക്കോൻ്റെ പ്രോഡക്റ്റ്സാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കണതാണ്. ഇപ്പം എൻ്റെ മുഖത്ത് ഈ ആക്നെയും പിന്നെ ആക്നെ മാർക്സും ഉണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഈ ഡെർമാക്കോൻ്റെ പ്രോഡക്റ്റ്സ് നല്ലതാണെന്ന് കേട്ടപ്പം അത് യൂസ് ചെയ്യാൻ തുടങ്ങിയാണ്. ആദ്യം തന്നെ ഫേസ് വാഷ് ഇട്ടിട്ട് മുഖം കഴുകുകയാണ്. ഇതിൽ സാലിസിലിക് ആസിഡ് ഉണ്ട് കേട്ടോ, 1% സാലിസിലിക് ആസിഡ് ഉണ്ട്. ആസിഡ് കേൾക്കുമ്പോൾ ബേജാറാവുണ്ട് കേട്ടോ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആസിഡാണ്. പിന്നെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാനും പറ്റും കേട്ടോ. അപ്പം ഞാൻ സാധാ പോലെ തന്നെ നമ്മൾ ആദ്യം മുഖം വെള്ളം വെച്ചിട്ട് കഴുകുക, അതിന് ശേഷം ഫേസ് വാഷ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം സാധാ പോലെ കഴുകി കളയാം. ഇനി ഞാൻ 2% സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരു ഫേസ് സീറമാണ് കേട്ടോ ഇടുന്നത്. ഇന്നൊരു 2-3 ഡ്രോപ്പ് എടുത്തിട്ട് നമ്മൾ സാധാരണ ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെ കഴുത്തിലും മുഖത്തും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ സാലിസിലിക് ആസിഡിൻ്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ഒരു ബീറ്റ ഹൈഡ്രോക്സി ആസിഡാണ്. അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ മുഖത്ത് ആക്നെ കാരണം വരുന്ന ബ്രേക്ക് ഔട്ട്സ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ എൻലാർജ്ഡ് പോസ് ഉണ്ടല്ലോ അതൊക്കെ കുറയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ എന്ത് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിലും അവസാനമായിട്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു സൺസ്ക്രീൻ ഇടാൻ വേണ്ടിയിട്ട് നോക്കണേ. അതിപ്പോൾ ഇനി വീട്ടിൽ നിന്നാണെങ്കിലും പുറത്ത് പോകുമ്പോഴാണെങ്കിലും ഒക്കെ അത് മെയിനായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ ഡെർമാക്കോൻ്റെ തന്നെ 1% ഹൈലൂറോണിക് ആസിഡ് ഉള്ള ഒരു സൺസ്ക്രീനാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇതിൽ വിറ്റാമിൻ ഇ കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെ മുഖത്ത് വരുന്ന ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീനാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ എൻ്റെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്, അത് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ഡെർമാക്കോ അലോങ് വിത്ത് ഭൂമി ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, യങ് സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പം ഓരോ പ്രാവശ്യം ഡെർമാക്കോൻ്റെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കുമ്പോഴും ഓരോ പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുട്ടിയായിട്ട് ലിങ്ക് ചെയ്യും. അങ്ങനെ വർഷത്തിൽ 10,000-ലധികം കുട്ടികളെ പഠിപ്പിക്കാനുള്ളൊരു ഇനീഷ്യേറ്റീവാണ് കേട്ടോ അത്. ഇന്ന് പുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇന്ന് പ്രസ്റ്റീജിൻ്റെ ബാക്കി വീഡിയോ എടുക്കാൻ അതിൽ പകുതി ഞാൻ തലേ ദിവസം ഷൂട്ട് ചെയ്ത് വെച്ച്, പകുതി ഞാൻ ഇന്നുമാണ് ഈ ദിവസമാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, ഒരു പ്രൊമോഷൻ വീഡിയോ തന്നെയാണ്. ഇങ്ങനെ കുറേ പേരൊക്കെ കമൻറ്റ് ഇടുന്നുണ്ട് പ്രൊമോഷൻ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. നമുക്ക് അങ്ങനത്തെ പ്രൊമോഷൻ കിട്ടുമ്പം ഞാൻ ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് മോന് പോളിയോ കൊടുക്കാനുള്ള ദിവസമേനു, അപ്പം വേഗം തന്നെ അത് പോയിട്ട് ചെയ്ത് വരാൻ ഞാൻ എൻ്റെ മോൻ്റെയും ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പ്രസ്റ്റീജിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. ഇനി ഒരു 2-3 ഐറ്റം കൂടെ ഉണ്ടാക്കാൻ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ആ ഒറ്റ പാത്രം വെച്ച് ചെയ്യുന്നതുകൊണ്ട് നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു, കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ മോനെ റെഡിയാക്കിയിട്ടുണ്ട്, ഞാനും റെഡിയായിനെ. ഇനി ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മാമി ആശാ വർക്കറാണ്, അപ്പോൾ മാമിയും കൂടെ വരുന്നുണ്ട്. ഇത് മാമിൻ്റെ പേരക്കുട്ടികളാണ്, എൻ്റെ കസിൻ്റെ മക്കൾ. അപ്പോൾ ഓരും നമ്മളെ നാട്ടിലൊരു എക്സ്പോ നടക്കുന്നുണ്ട്, അതും കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോണ വഴിക്ക് ഓരവിടെ ഡ്രോപ്പ് ചെയ്താൽ മതിയല്ലോ, അങ്ങനെ ഓരും വരുന്നുണ്ട്. പിന്നെ ഇന്ന് 2ാമത്തെ പ്രാവശ്യമായതുകൊണ്ട് ഒരു ഇഞ്ചക്ഷനേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്ക് കുറച്ചൊക്കെ ഒരു സമാധാനമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ടൈം ചെയ്ത സമയത്ത് 3 എണ്ണേനു ചെയ്തിട്ടുണ്ടായത്, കൈമൽ ഒരെണ്ണം പിന്നെ 2 കാൽമലും ഓരോന്ന് വീതും. അപ്പം ഇത് കുത്തുന്ന സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് കരയല്ലോ, അങ്ങനെ ശ്വാസം കിട്ടാതെ കരയണത് കാണുമ്പോൾ പാവം തോന്നും സത്യം പറയുകയാണെങ്കിൽ. പിന്നെ ഈ പോളിയോ കൊടുക്കലൊക്കെ എന്തായാലും നിർബന്ധമുള്ള കാര്യമല്ലേ, ഇപ്പം അത് കൊടുക്കാത്തതുകൊണ്ട് ഇവർക്ക് പ്രശ്നങ്ങളൊന്നും വരണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ എന്തായാലും കറക്റ്റായിട്ട് ഡേറ്റ് ആകുമ്പോൾ തന്നെ പോളിയോ കൊടുക്കാനായിട്ട് നോക്കലുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമല്ലോ കേട്ടോ ഹെൽത്ത് സെൻ്റർക്ക്. അപ്പോൾ ഇവിടെ എത്തി പോളിയോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മോൻ ആ ഒരു കുത്തുന്ന സമയത്ത് മാത്രമേ കരഞ്ഞിട്ടുള്ളേനു, പിന്നെ ആൾ അങ്ങനെ കിടന്നിട്ട് ഉറങ്ങി. പിന്നെ ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടേനി കാല് നല്ലോണം ഇളക്കി കൊടുക്കണമെന്ന്, അല്ലാന്നുണ്ടെങ്കിൽ മരുന്ന് കട്ടിയായിട്ട് പിന്നെ ഇവർക്ക് വേദന വരാനായിട്ട് തുടങ്ങും. ഇനിയിപ്പം എന്തായാലും പനിക്കുന്നുള്ള കാര്യമൊക്കെ ഉറപ്പാണ്, അപ്പോൾ അതിനുള്ള മരുന്നും ഒക്കെ തന്നിട്ടുണ്ട്.
പിന്നെ ഞാൻ അവിടുന്ന് നമ്മളൊരു സബ്സ്ക്രൈബറിനെ കണ്ടിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ടേനി. പക്ഷേ ഇന്ന് കണ്ട ആളോട് എനിക്ക് സംസാരിക്കാനേ പറ്റിയില്ലേനു കേട്ടോ. അതെന്തേനെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മയും കുഞ്ഞും കാർഡുണ്ടല്ലോ അത് വീട്ടിൽ വെച്ചിട്ട് മറന്നുപോയി. അങ്ങനെ പിന്നെയും പോവേണ്ടി വന്ന്. അപ്പോൾ ആ ഒരു തിരക്കിലേനു കണ്ടിട്ടുണ്ടായത്. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം അധികം എൻ്റെ അനിയനെ അല്ലെങ്കിൽ മോനൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ തിരിച്ചറിയണത്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ചോദിക്കും മിസ്സസ് മലബാർ അല്ലേന്ന്. പിന്നെ എല്ലാവരും ശരിക്കും ഒരു ഫാമിലി പോലെ തന്നെയാണ് എൻ്റെ അടുത്ത് സംസാരിക്കലുള്ളത്. അപ്പം ഭയങ്കര സന്തോഷമാണ് മനസ്സിന്. അപ്പോൾ നിങ്ങളും എവിടുന്നേലൊക്കെ വെച്ചിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ വന്ന് സംസാരിക്കണേ, ഒരു മടിയും വിചാരിക്കേണ്ട. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മാമിനെയും മക്കളെയും എക്സ്പോയിൽ വിടണമെന്ന്. എക്സ്പോ അല്ല കേട്ടോ, ഇത് ശരിക്കും ഇതൊരു ഫെസ്റ്റായിട്ടാണ് നടത്തുന്നത്. ഉള്ളിൽ കയറിയിട്ട് കാണണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടേനു. പക്ഷേ മോൻക്ക് ഇങ്ങനെ ഇപ്പം പോളിയോ കൊടുത്ത സമയം ഒക്കെ ആയതുകൊണ്ട് ഞാൻ കയറാനായിട്ട് നിന്നിട്ടില്ല കേട്ടോ. പോണ വഴിക്ക് എനിക്ക് കുറച്ച് ഡ്രസ്സ് അടിക്കാൻ കൊടുക്കാനുണ്ടേനു കേട്ടോ. നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളൊരു ഷോപ്പാണ്, തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ അധികം ഇവിടെ തന്നെയാണ് ആദ്യമൊക്കെ കൊടുത്തിട്ടുണ്ടായത്. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അനീസ്കൻ്റെ അവിടെ ഒരു ഡ്രസ്സ് അടിക്കുന്നൊരു താത്തയുണ്ട്, ഓരോരുത്തേനും കേട്ടോ കൊടുക്കൽ. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് വേഗം ഇവിടെ തന്നെ കൊടുത്തിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ച്. ഇതിൻ്റെ ഡ്രസ്സൊക്കെ വീട്ടിലിടുന്നതൊക്കെ അധികം അങ്ങനെ ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലോണം തടിച്ചാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇപ്പോൾ അധികം ഞാൻ നൈറ്റീസാണ് യൂസ് ചെയ്യൽ. മോനായതിനു ശേഷം ഫീഡ് ചെയ്യാനൊക്കെ സുഖമല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ചുരിദാർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ സിബ്ബോ അല്ലെങ്കിൽ ഹുക്കൊക്കെ വെച്ചിട്ട് ഫീഡ് ചെയ്യാൻ പാകത്തിൽ അടുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ മുന്നേ വന്ന സമയത്ത് ഇവിടെ ജസ്റ്റ് സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളേനു. ഇപ്പോൾ ഇവർ ഷോപ്പ് നല്ല വലുതാക്കിയിട്ടുണ്ട്. ഇവിടെ റെഡിമെയ്ഡ്സും എല്ലാം അവൈലബിൾ ആണ്, മെറ്റീരിയലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്തായിട്ട് ഒരു ജ്വല്ലറി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ബ്യൂട്ടി പാർലറും ഉണ്ട് കേട്ടോ. അപ്പം വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ചുറ്റിക്കാണാണ്. പിന്നെ ഇവിടെ നല്ല മെറ്റേണിറ്റി ടോപ്സ് കണ്ടിട്ടുണ്ടേനു. അങ്ങനെ ഞാൻ ഇട്ട് നോക്കിയിട്ട് ഒരു 2 ടോപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ അധികം മെറ്റേണിറ്റി വെയർ ആണ് ഇങ്ങനെ നോക്കണത്. കാരണം നമ്മൾ ഒരു ടോപ്പ് എടുത്തിട്ട് അതിനെ മെറ്റേണിറ്റി വെയർ ആക്കണതിനേക്കാളും നല്ലത് ഓൾറെഡി മെറ്റേണിറ്റി വെയർ ആയിട്ടുള്ളത് എടുക്കുന്നതാണ്. അങ്ങനെ 2 ടോപ്പ് അവിടുന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി വീട്ടിൽ പോയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പം മോന് ഉറങ്ങുകയാണ് കേട്ടോ. ഈ സമയത്തൊക്കെ ഉറങ്ങിയേനു. പിന്നെ നമ്മൾ പ്രസ്റ്റീജിൻ്റെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണ് അതിൽ കാണാൻ ആഗ്രഹം എന്ന്. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാറിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ. ഞാൻ അതിൻ്റെ റെസിപ്പി ഇതിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പം പരിപ്പ് ഉമ്മ വെള്ളത്തിലിട്ട് വെച്ചതേനു. അത് നല്ലോണം കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ആക്കിയിട്ട് ഞാനിപ്പം കുക്കർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം ഒരു അരക്കപ്പിൻ്റെ അടുത്ത് പരിപ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അതിലേക്കായിട്ട് ഒരു വലിയ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കുക്കർ അടച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം. ഏകദേശം ഒരു 2 വിസിൽ വന്നാൽ തന്നെ പരിപ്പ് നല്ലോണം വെന്ത് കിട്ടും. പിന്നെ ആ സമയത്ത് തന്നെ ഞാൻ തേങ്ങ വറുക്കാനായിട്ട് പോകുന്നുണ്ട്. ഇത് ചെറിയ ജീരകം, പിന്നെ കറിവേപ്പിൻ്റെ ഇല, തേങ്ങ, പിന്നെ വെളുത്തുള്ളി, ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, കായം, ഇത്രയും ഐറ്റംസാണ് കേട്ടോ ഉള്ളത്. അതൊക്കെ ഈ ഒരു കാണുന്ന ക്വാണ്ടിറ്റിയിലേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ കളവ് ഇപ്പം എങ്ങനെ പറഞ്ഞുതരാം എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ആദ്യം കായ ഒന്നിട്ടിട്ട് അതൊന്നിങ്ങനെ കുറച്ച് സമയം ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുത്ത് അതിന് ശേഷമാണ് തേങ്ങയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ഈ വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ കുറച്ചും കൂടെ ഇഷ്ടമുള്ളത്. നമ്മൾ മറ്റേ പൊടിയിട്ടിട്ടുള്ള ആ സാമ്പാറിനേക്കാളും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വറുത്തരച്ചതാണ്. ദോശൻ്റെ കൂടെ ആണെങ്കിലും ചോറക്കാണെങ്കിലൊക്കെ ഇതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പം പരിപ്പ് വേവുന്ന സമയത്ത് ഞാനത് റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അന്നാണ് കേട്ടോ ഞാനും ആദ്യമായിട്ട് സാമ്പാറിനുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യണത്. നല്ലൂരൊക്കെ ആകുമ്പം ഇമ്മനെ ഹെൽപ്പ് ചെയ്യുന്നല്ലാതെ നമ്മളങ്ങനെ ഫുള്ളായിട്ടൊന്നും ചെയ്യലില്ല. ഒന്നുകിൽ പച്ചക്കറി അരിഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഇളക്കി കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യലുള്ളൂ കേട്ടോ. അങ്ങനെ തേങ്ങ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു പാൻ തന്നെ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഇതിലിനി വഴുതനയും വെണ്ടയ്ക്കും ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിലിട്ടിട്ട് ആക്കി കൊടുക്കാനുണ്ട് കേട്ടോ. അത് നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ ഇട്ടിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് വെന്ത് അലിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ ആവാതെക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കിതുപോലെ ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ വഴുതനയും വെണ്ടയ്ക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം അങ്ങനെ ഇങ്ങനെയും തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോക്കിന് ഇതവിടെ പരിപ്പ് വെന്തിട്ടുണ്ട്, നല്ലോണം വെന്തിന് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിൽ പച്ചക്കായ, മുരിങ്ങക്കായ, ചേന, പൊട്ടേറ്റോ, കയ്പ്പ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ടാണ് കേട്ടോ. അതൊക്കെ നീളത്തിൽ കട്ട് ചെയ്തതാണ്. ഇനി പിന്നെ അതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒരു 2 സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കട്ടോ. ഇത്രയും പൊടികളാണ് ഇപ്പം ഉമ്മ ചേർത്തിട്ടുള്ളത്. സാമ്പാർ പൊടി ലാസ്റ്റാണ് ചേർക്കാമെന്ന് പറഞ്ഞത്. ഈ ഒരു സമയത്തും ഇട്ട് കൊടുക്കലുണ്ട്, പക്ഷേ നമ്മൾ ലാസ്റ്റാണ് കേട്ടോ
ചേർക്കൽ. ലാസ്റ്റ് ഒന്നുകിൽ വെളിച്ചെണ്ണയിൽക്കും ചേർക്കും, വറവിടുന്ന സമയത്ത് അതിലും ചേർക്കും, പിന്നെ അവസാനം ഇട്ട് കൊടുക്കലുണ്ട്. അപ്പം അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ വെണ്ടയ്ക്കും വഴുതനയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിരുന്നു. ഇതിപ്പം ഒറ്റ വിസിൽ മാത്രമേ വേവിച്ചിട്ടുള്ളൂ. പച്ചക്കറികളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവുമല്ലോ. അങ്ങനെ ഒറ്റ വിസിൽ മാത്രമേ ഇട്ടിട്ടുള്ളേനു. ഇനിയിപ്പോൾ അത് തുറന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തക്കാളിയും പച്ചമുളകാണ് കേട്ടോ ആദ്യം ചേർക്കണത്. അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതേനു. അതിട്ട് കൊടുത്തതിന് ശേഷമാണ് പിന്നെ വെണ്ടയ്ക്കും വഴുതനയും ആ വഴറ്റി വെച്ചതുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി. ഇനി വിസിലൊന്നും ഇടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി. അതിന് മുന്നായിട്ട് ഞാൻ പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയേനോ എടുത്തിട്ടുണ്ടായത്. അത് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ആയി വന്നപ്പം ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് അടച്ച് വെക്കാൻ പോവാണ്. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ മതിയാവും. ഇപ്പോൾ ഇത് നല്ലോണം തിളച്ച് റെഡിയായി വന്നതിന് കേട്ടോ. അപ്പം നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അത് ചൂടാറി കഴിഞ്ഞപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഇനി ഇതും കൂടെ നമുക്ക് ഈ ഒരു സാമ്പാറിൻ്റെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമാക്കിയിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. സാമ്പാർ പൊടി ഇപ്പോൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്തൊക്കെ ചേർത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അതാണ് ഞാൻ അത്ര ഉണ്ടാവും ഇത്ര ഉണ്ടാവും എന്നൊക്കെ പറയണത് കേട്ടോ. അങ്ങനെ അതും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മല്ലിയില മുറിച്ചതും കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വറവിടലും കൂടെ കഴിഞ്ഞാൽ സാമ്പാർ റെഡി ആയിട്ടോ. പക്ഷെ അത് ഞാൻ ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഈ പാത്രത്തിലല്ല എല്ലാം ഉണ്ടാക്കണേ. അപ്പോൾ അത് വേഗം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വറവിടാമെന്ന് വിചാരിച്ചിട്ട് സാമ്പാർ ഞാനിപ്പം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചേണേ. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം നമ്മൾ വറവിടാൻ വേണ്ടിയിട്ട് പോണത്. വെളിച്ചെണ്ണ വെച്ചിട്ട് ചൂടാവുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിലേക്ക് കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ. വറവിടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്യണില്ല. ജസ്റ്റ് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്ര പണിയുള്ളൂ. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അയൽവാസികൾ കുറേ കറികളും പായസമൊക്കെ കൊണ്ട് തന്നീനു കേട്ടോ. ഇതിപ്പം ഒരു വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇങ്ങനെ പച്ചടി ഉണ്ട്, പിന്നെ വേറെന്തോ ഒരു കൂട്ടാനുണ്ട്, അതിൻ്റെ പുറമെ സേമിയ പായസം ഉണ്ടേനു കേട്ടോ. അപ്പം ഇതൊക്കെ ഒരു വീട്ടിൽ നിന്നുള്ളതാണ്. പിന്നെ വേറെ വീട്ടിൽ നിന്ന്, അതായത് ഞങ്ങളെ തൊട്ട് ചേർന്നിട്ടുള്ള വീട്ടിൽ നിന്ന് വേറെയും ഒരുപാട് കറികൾ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പം ഒക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പായസം കണ്ടപ്പം എനിക്ക് പപ്പടും പഴവും കൂട്ടിയിട്ട് കഴിക്കാൻ പൂതിയായേ. അങ്ങനെ ഞാൻ ജസ്റ്റ് അതൊന്ന് എടുത്തിട്ട് പായസം മാത്രം കഴിക്കുന്നുള്ളൂ കേട്ടോ. സാധാരണ നമ്മൾ സദ്യ കഴിഞ്ഞിട്ടല്ലേ ഇത് കഴിക്കല്. പക്ഷേ എനിക്കത് കണ്ടപ്പം പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ പപ്പടും പഴവും കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട്. ഇനിയിപ്പം സദ്യക്കുള്ള വാഴൻ്റെ ഇല വെട്ടിയിട്ട് വരണം. അപ്പം ഞങ്ങളെ വീട്ടിൽ വാഴൊന്നുമില്ല കേട്ടോ. ഞങ്ങളെ പറമ്പിൽ പോയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം ഞാനും അനിയനും കൂടെ ഇറങ്ങിയിട്ടുണ്ട് പറമ്പിലേക്ക്. ഈ സമയത്ത് അനീസ്ക്ക് വരുന്നുണ്ടേന്. ഞങ്ങൾ കാറ് കണ്ടിട്ടുണ്ടേനു. പക്ഷേ ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ ഈ വാഴൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അനീസ്കനെയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ 4 ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പം 4 ആൾക്ക് ആവശ്യമായിട്ടുള്ള വാഴൻ്റെലയും വെട്ടിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ദാ അനീസ്ക മോനായിട്ട് നല്ല കളിയിലാണ്. അങ്ങനെ ഇലയൊക്കെ കഴുകി ടേബിളിൽ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി സദ്യ വിളമ്പാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാ കറികളും ടേബിളിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വേറൊരു നൈബർ കുറേ ഐറ്റംസ് കൊണ്ട് തന്നതിനൊന്ന്, അതാണ് കേട്ടോ ഇത്. രസമുണ്ട്, അവിയലുണ്ട്, മോരുണ്ട്, സാമ്പാർ, പുളിങ്കറി, പിന്നെന്താ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടേനു. ബീട്രൂട്ട് പച്ചടി ഒക്കെ ഉണ്ടേനു കേട്ടോ. പായസം ഉണ്ടേനു ഇതുകൂടാതെ തന്നെ. അപ്പം ഞങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എല്ലാ കറികളും ടേബിളിൽ സെറ്റാക്കി വെക്കുകയാണ്. ശരിക്കും സദ്യ വിളമ്പണേന് അതിൻ്റേതായിട്ടുള്ളൊരു രീതിയൊക്കെ ഉണ്ടല്ലോ, ഓരോ ഐറ്റംസ് ഓരോ സ്ഥലത്ത് വെക്കണം എന്നുള്ളത്. പക്ഷേ നമുക്കതൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ ഇഷ്ടം പോലെ ഇങ്ങനെ വിളമ്പുകയാണ് കേട്ടോ. ഉമ്മയുണ്ട്, അതുപോലെ തന്നെ അനിയനും ഹെൽപ്പ് ചെയ്യാനുണ്ട്. എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യണത്. നമ്മളിപ്പം ഒരു കൊണ്ടുവന്ന കറികളും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതും എല്ലാം വെക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കറികളുണ്ടേനി കേട്ടോ. ശരിക്കും ഞാനിവിടെ ഒരു 5 കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതിപ്പം നമ്മൾ ഓണം ആഘോഷിക്കുക എന്നുള്ളതല്ല കേട്ടോ. ഇത് കുറേ പേരൊക്കെ കണ്ട് ഓണം എന്തിനാണ് ആഘോഷിക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് സദ്യ ഉണ്ടാക്കുന്നല്ലേ ഉള്ളൂ, അല്ലാതെ ഓണത്തിൻ്റെ ആ ഒരു ഇതൊന്നും ഫോളോ ചെയ്യണില്ലല്ലോ. സദ്യ ഉണ്ടാക്കി കഴിക്കുന്നത് ഒരു സന്തോഷമല്ലേ, എപ്പോഴും ഒന്നും ഉണ്ടാക്കലില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിക്ക് മാത്രം ചെയ്യുന്നെന്നുള്ളൂ കേട്ടോ. അല്ലാതെ ആഘോഷിക്കുക എന്നുള്ള ആ ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ടല്ല ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാം റെഡിയാക്കിയിട്ട് ഇതാ ഇങ്ങനെ വെക്കുന്നുണ്ട്.
നോൺ വെജ് പിന്നെ നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റില്ലല്ലോ. അപ്പം അമ്മ മീൻ പൊരിച്ചതും കൂടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടേനു കേട്ടോ. ഇനിയിപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് സദ്യ കഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ കഴിക്കാനായിട്ട്. നമ്മളിപ്പം നെയ്ച്ചോറും ബിരിയാണിയൊക്കെ എപ്പോഴും ഉണ്ടാക്കി കഴിക്കലുണ്ടല്ലോ, ഇത് വല്ലപ്പോഴല്ലേ കിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം വീട്ടിലുണ്ടാക്കാൻ തന്നെ ഇത് ഭയങ്കര പണിയാണ്. അപ്പോൾ നമ്മൾ അധികം ഓർഡർ ചെയ്യാണ് കേട്ടോ ചെയ്യൽ. ഇതിപ്പം പ്രസ്റ്റീജിൻ്റെ ആ ഒരു കൊളാബറേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കി തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ സദ്യ, നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അതിനുശേഷം പിന്നെ ഞാനും മോനും അനീസ്കയും കുറേ നേരം കിടന്നുറങ്ങി. പിന്നെ എണീക്കാൻ ഒരു മഗ്‌രിബിൻ്റെ ഒക്കെ കുറച്ച് മുന്നായിട്ടാണ് നമ്മൾ എണീറ്റിട്ടുണ്ടായത്. അപ്പോൾ ഇനി ഞാൻ മോൻ്റെ ഡ്രസ്സസൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ പോവാണ് കേട്ടോ. ഇതിപ്പം ഓൻ്റെ 3 to 6 monthsലുള്ള ഡ്രസ്സസ്സാണ് ഈ എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവൻ്റെതൊക്കെ മേലെയാണ് വെക്കലുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഓനക്ക് പാകാവുന്നത് നോക്കിയിട്ട് എടുത്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ഇത് 3 to 6 monthsൻ്റെത് ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച്. ഇവനക്കിപ്പോൾ 3 മാസം ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ യൂസ് ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ട്. ഇതിപ്പം മോന് ഇന്ന് ഇട്ടിട്ടുള്ള ഒരു വൻസി ഉണ്ടല്ലോ, നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇട്ടിട്ടുള്ള, അതിൻ്റെ കൂടെ വന്നിട്ടുള്ളൊരു പാൻറ്റാണ് കേട്ടോ. ഇതൊന്നും ആരോ കൊണ്ടുവന്നത് എന്നൊന്നും അറിയില്ല, അതാണ് വല്ലാത്തൊരു സങ്കടം. ഒക്കെ ഇങ്ങനെ മിക്സായി പോയിട്ടുണ്ടേനു. ഇത് പിന്നെ എൻ്റെ ഒരു കസിൻ കൊണ്ടുവന്നതാണ്, എൻ്റെ അമ്മേൻ്റെ മോള് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അത് മുടിയാഴ്ചയിൽ കഴിഞ്ഞിട്ടേനു ഓള് കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി ആരാ കൊണ്ടുവന്നതെന്ന്. ഇതൊരു ജംപ് സൂട്ടൊക്കെ പോലെ, ഇങ്ങനെ ബാബാ സൂട്ട് എന്ന് പറയില്ലേ, ആ ഒരു ടൈപ്പിലുള്ളതാണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ഒരു റോംപർ ഞാൻ ഡോക്ടർ ലിയോന്ന് വാങ്ങിച്ചതേന്. അതിനുശേഷം ഒരു വൈറ്റും ഗ്രീനും കൂടെ കൂടിയിട്ടുള്ളൊരു ഒരു റോംപർ പോലത്തെ തന്നെ നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ ഇത് കുറച്ച് വലിപ്പം കൂടുതലാണ്, അപ്പോൾ ഇത്തിരിയും കൂടെ കഴിയേണ്ടി വരും. ഒരു 6 months ഒക്കെ ആകുമ്പം ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇത് പിന്നെ എനിക്ക് എന്താ പറയുക, ഒരു പണി കിട്ടിയതാണ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതേനു കേട്ടോ. ഇവന് ചെറുതാവുമ്പം റോംപർ വാങ്ങിച്ചതാണ്, പക്ഷെ അത് ഭയങ്കര വലുപ്പമായിപ്പോയി. ഇതും കിട്ടിയതാണ്, മുടിയാഴ്ചയിൽ കിട്ടിയതേനു. രണ്ടിങ്ങനെ സെയിം ആയിട്ട് വന്നിട്ടുള്ളത്, ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടേനു കേട്ടോ അത് കിടന്നത്. അതും റോംപർ തന്നെയാണ്, നല്ല രസമുണ്ട്. അടുത്തത് ഇങ്ങനെ ലൈൻസ് വന്നിട്ടുള്ളൊരു റോംപറാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ മടക്കിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ വാഷ് ചെയ്യാനുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് വാങ്ങിച്ചതേനു മോൻക്ക് ആ ഒരു ചെറിയ സമയത്ത് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര വലുപ്പമായി പോയിട്ടോ. പിന്നെ അടുത്തതും ഒരു ബാബാ സൂട്ട് പോലെ ഗ്രീനും വൈറ്റും കോമ്പിനേഷൻ വരുന്നതാണ് കേട്ടോ. അതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 5 മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ ആൾക്ക് കൊള്ളലുണ്ടാവുള്ളൂ. ഇപ്പം വലുതായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ അതാ ഒരെണ്ണം ഇങ്ങനെ ഒരു ടീഷർട്ടും പിന്നെ പാൻറ്റുമായിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ല കളേഴ്സാണ് കേട്ടോ എനിക്ക് കിട്ടിയ ഡ്രസ്സസ് എല്ലാം, വൈറ്റും ഒരു ബ്ലൂ ആയിട്ട്. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള റോംപറാണ്. ഈ ഒരു വൻസിയും ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ഡോക്ടർ ലിയോന്ന്. അതൊക്കെ ഞാനിപ്പം എടുത്ത് വെക്കുന്നുണ്ട്. കുറച്ച് ലൂസിൽ റോംപേഴ്സ് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോഴാണ് അവർക്ക് നല്ല കംഫർട്ടബിളായിട്ട് നിൽക്കുക. നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള വൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ സെറ്റായിട്ട് വന്നിട്ടുള്ളതാണ് ഇത്. അപ്പോൾ അതും ഞാൻ എടുത്ത് മാറ്റി വെച്ചാണ്. പിന്നെ ഇത് എൻ്റെ കസിൻ കൊണ്ട് തന്നിട്ടുള്ളതാണ്. അത് ഇതിൻ്റെ കൂടെ വേറെ ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു മേൽഭാഗത്ത് ഒരു ബാബാ സൂട്ട് പോലെ വരുന്നുണ്ട്. അത് കാണാനില്ല കേട്ടോ, ഞാൻ എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതും നല്ല രസമായിട്ടുള്ള ഒരു ഫുള്ളായിട്ടുള്ള ഒരു വൻസി പോലത്തതാണ്. പിന്നെ ഇതൊരു ഫുള്ളായിട്ട് വരുന്ന ഫുൾ സ്ലീവ് ഉള്ളൊരു ടീഷർട്ടും അതിൻ്റെ കൂടെ ഒരു പാൻറ്റും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ഒരു വൻസിയാണ്, അതിങ്ങനെ ലൈൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പാൻറ്റും ഉണ്ട്, ഒരു ട്രൗസറോ പാൻറ്റും ഉണ്ട് ഈ ഒരു ടീഷർട്ടിൻ്റെ കൂടെ റെഡ് കളറിലുള്ളത്. അതും ഞാൻ എവിടെ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇതും പിന്നെ ബാബാ സൂട്ട്. ഇവർക്ക് കിട്ടിയാലധികം ഇങ്ങനെ ഈ ബാബാ സൂട്ട് പോലത്തതാണ്. രസം അതാണല്ലോ കുട്ടികൾക്ക് കാണാനായിട്ട്. പിന്നെ ഇത് വൈറ്റ് ഷർട്ടും പിങ്ക് ട്രൗസറും അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു സ്ട്രാപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വന്നിട്ടുള്ളതേനു. ഇത് പിന്നെ ഒരു സെപ്പറേറ്റ് ടീഷർട്ടാണ്. ഈ ഒരു ട്രൗസറും സെപ്പറേറ്റ് ചെയ്യുന്നു കേട്ടോ. പക്ഷേ ഞാനത് രണ്ടും കൂടെ പെയറാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചേന്. ഇത് പിന്നെ ഒരു ക്രീമും ബ്ലൂവും വൈറ്റും എല്ലാം കൂടെ കൂടി വന്നിട്ടുള്ളൊരു സെറ്റാണ്. ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതൊരു വൻസിയാണ്, നല്ല നേവി ബ്ലൂ കളറിലുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു ബിബും വന്നിട്ടുണ്ട്. അപ്പം ഒക്കെ ഞാനിങ്ങനെ എടുത്ത് മാറ്റി മാറ്റി സെറ്റാക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഇനി പിന്നെ അവസാനം ഞാൻ മോൻക്ക് വേണ്ടിയിട്ട് കുറച്ച് സോക്സുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അത്ര 600 രൂപ അങ്ങനെ എന്തോ ആണ് ആയിട്ടുള്ളത് 6 പീസിന്. നല്ല രസമായിട്ടുള്ള സോക്സുകളാണ്. പക്ഷേ അധികം ഒരു ബ്ലൂ പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതും ഞാൻ റെഡിയാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം വാഷ് ചെയ്തിട്ട് വേണം മോൻക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.